പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഇടിയൻ ചക്കട്ട മക്കളെ. അപ്പോൾ നമുക്കൊന്നുകൊണ്ട് കഷ്ണം വെട്ടി തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പേരിയൊക്കെ ഇട്ട പ്രാവശ്യം ആദ്യമായിട്ട് കിട്ടിയതട്ടാ. ചില സ്ഥലത്തൊക്കെ പഴുത്തതൊക്കെ കിട്ടി തുടങ്ങി, നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല. പിന്നെ നമ്മളെ വീട്ടിൽ പ്ലാവൊന്നുമില്ല കേട്ടോ, നമുക്ക് അടുത്ത വീട്ടിൽ തന്നതാണ്. അപ്പോൾ അതൊന്നുണ്ട് നമുക്ക് ഉപ്പേരി വെക്കാം. ഒക്കെ കഷ്ണം വെട്ടി വെച്ച് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്നാണ്ട് കളയും. നമുക്ക് പയറൊക്കെ നമ്മളെ തലേദിവസേ ചിലവർ മുതിരിട്ട് വെക്കും, ചിലർ പയറിട്ട് വെക്കും. പിന്നെ അങ്ങനെയും വെക്കട്ടാ ഒന്നും ഇടാണ്ട് ടേസ്റ്റ് ഉണ്ടാവുക പയറിട്ട് വെച്ചാലോ. അപ്പോൾ നമ്മൾ തലേദിവസം കുതിരട്ട് വെച്ചിട്ടുണ്ട് പയർ. പിന്നെ കുതിർന്നുണ്ട് ഇടിച്ചക്കയും പയറും കൂടിയിട്ട് 2 വിസിൽ കൊടുത്താൽ അപ്പോൾ തന്നെ വേഗം വെന്ത് കിട്ടും. വെള്ളത്തിലിട്ട് വെച്ചില്ല വെച്ചെങ്കിൽ 4-5 അടിയൊക്കെ വേണം കേട്ടോ, വിസിലടിക്കണ്ടേ. അപ്പോൾ നമ്മളിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ കഴുകി വാരെടുത്ത് ഇപ്പോൾ നമുക്ക് കുക്കറിലിടാം. പയർ ഇത് നമ്മൾ കഴുകി എടുത്തിട്ടാ കുക്കറിൽ ഇടും. ഇപ്പോൾ ഇതാ ചക്ക നമ്മൾ പയറിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ അതാ ഒരു സ്പൂണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും, 1/2 കപ്പ് വെള്ളം. മൂടിയിട്ട് ഗ്യാസ് നോക്കുക. ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കും. ഇപ്പം നമ്മളെ ഉപ്പേരിക്ക് ആവശ്യമുള്ള ഉള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, അതുപോലെ ഉണക്കമുളക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനൊക്കെ എടുക്കട്ടെ. അപ്പോൾ അത് നമ്മൾ നന്നാക്കിക്കൊണ്ടേ ഇരിക്കണം, തൊലി കളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ബേജാറായി കാരണം പറയട്ടെ. ഇപ്പോൾ ചട്ടി ചൂടായി എനിക്കിതാ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കണം കേട്ടോ. വെളുത്തുള്ളി, ഉണക്കമുളക്, ചുവന്നുള്ളി അത് നമ്മൾ അരച്ചെടുത്തിട്ട് കേട്ടോ. നന്നായി ചതച്ചെടുത്ത് എനിക്ക് വെളിച്ചെണ്ണ ചൂടായി എനിക്കിതാ കടുക്. ഉള്ളിയൊക്കെ നന്നായി മുത്ത് വന്നു തുടങ്ങിയിട്ടാ, നല്ല മൊരിഞ്ഞായിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല എരിവ് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുളകും പൊടി ഇതിലിട്ടുണ്ട്. വറ്റൽമുളക് 3 ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനാണ് എരിവ് കുറവുള്ളതിന് കുറച്ച് മുളകും പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മൊരിഞ്ഞ് വന്നു നമ്മൾ ഉപ്പേരി വെന്തുണ്ട്, ഇതിൽക്കിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ? അപ്പോൾ വറവ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടാ.
എണ്ണയിലിട്ടാ ചായയിൽക്കും കട്ടൻ ചായയിൽക്കും ചോറിൽക്കും ഒക്കെ കൂട്ടി കഴിക്കാം. ഓക്കെ